നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിനെതിരെ മധുരയിൽ കർഷകരുടെ പ്രതിഷേധം. ഇത് പോലീസുമാരുടെ ഏറ്റുമുട്ടലിനും വഴിവെച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തമായെന്നിരിക്കെ സുപ്രീം കോടതി ഉത്തരവ് മറികടന്ന് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ അപേക്ഷ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം തള്ളണം. കേന്ദ്ര സർക്കാരിന്റെ വ്യവസായ സുരക്ഷാ സേന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷയൊരുക്കണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 152 അടിയിൽ വെള്ളം സംഭരിക്കാൻ തമിഴ്നാട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള നടപടികൾക്കായി പരിസ്ഥിതി അനുമതി തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരുന്ന യോഗം കാരണം വ്യക്തമാക്കാതെ പരിസ്ഥിതി മന്ത്രാലയം ഉപേക്ഷിച്ചിരുന്നു. ഇന്നലെ നടക്കാനിരുന്ന എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റിയിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും തമിഴ്നാട് എതിർപ്പറിയിക്കുകയായിരുന്നു. അതാണ് യോഗം ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് സൂചന. വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് കേരള സർക്കാരിന് കത്തയച്ചതിനു പുറമെ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കത്ത് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഇനി യോഗം ചേരാൻ ഇടയില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രോജക്ട് റിപ്പോർട്ട് 1 മാസത്തിനകം പൂർത്തിയാക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിലാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവ് മറികടന്നതാണ് കേരളത്തിന്റെ നീക്കമെന്നാണ് തമിഴ്നാടിന്റെ ആരോപണം. കേരളത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാനും തമിഴ്നാട് അഭിഭാഷക തലത്തിൽ ചർച്ച നടത്തി. കേരളം നടത്തുന്ന എല്ലാ നീക്കങ്ങളും സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്ന് CPM തമിഴ്നാട് സെക്രട്ടറി K ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിന്റെ നീക്കത്തെ നിയമപരമായി നേരിടണമെന്ന് തമിഴ്നാട് സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലോവർ ക്യാമ്പിൽ നിന്ന് കേരളത്തിലേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ശില്പിയായ ജോൺ പെനിക്കിക്കിന്റെ സ്മാരകത്തിന് മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു. ബേബി ഡാമിന് സമീപമുള്ള മരങ്ങൾ മുറിച്ച് നിലവിലെ അണക്കെട്ട് ബലപ്പെടുത്തുക, തേക്കടി ആനവച്ചൽ പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ടുനൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ പ്രതിഷേധത്തിൽ ഉന്നയിച്ചിരുന്നു. പുതിയ അണക്കെട്ടെന്ന തീരുമാനം ഉപേക്ഷിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. അതേസമയം കേരളത്തിന്റെ ആവശ്യത്തിൽ തമിഴ്നാട് അനുകൂല തീരുമാനം എടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. കേരളത്തെ സംബന്ധിച്ച് ആശങ്ക കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴത്തെ പ്രദേശത്ത് താമസിക്കുന്ന 5 ലക്ഷം ജനങ്ങളാണ്. പരിസ്ഥിതി ലോല പ്രദേശമായ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ ബാധിത മേഖല കൂടിയാണ്. അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മേഘവിസ്ഫോടനം കൊണ്ടോ പ്രളയം കൊണ്ടോ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. ഡാം പൊട്ടിയാൽ അതിന്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല. കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും വൃക്ഷങ്ങളും തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിലെത്താൻ 45 മിനിറ്റ് മതിയാകും. ജലപ്രവാഹത്തിൽ എല്ലാം നശിക്കും. ഇടുക്കി ഡാമിലെത്തുന്ന ഈ ജലവും മറ്റു ഡാമിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇടുക്കി ഡാം കൂടി തകർന്നാൽ കേരളത്തിലെ 6 ജില്ലകൾ ചെളിക്കുണ്ടായി മാറും. 3 നില കെട്ടിടത്തിന്റെ അത്ര പൊക്കത്തിൽ ചെളി നിറയും. കേരളം 3 ഭാഗമായി വിഭജിക്കപ്പെടും. ഒരു ദുരന്തമുണ്ടായാൽ കുറഞ്ഞത് 35 ലക്ഷം മനുഷ്യരുടെ ജീവനും അവരുടെ സകല സമ്പത്തിനും നാശനഷ്ടമുണ്ടാവും. ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും നരകിക്കും. വിദഗ്ധരായ പലരും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും പ്രതിവിധികൾ കാണണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.